ഇത് 16-ാം തീയതി സംക്രമണത്തിൻ്റെ അന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. നമ്മളെ വീട്ടിൽ പടിക്ക് പൂവിടുന്നതും അതേപോലെ പൂജയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സംക്രമണത്തിൻ്റെ തലേദിവസം തന്നെ വീടൊക്കെ വൃത്തിയാക്കി പടിയൊക്കെ തുടച്ച് അതേപോലെ ഡോറൊക്കെ ക്ലീനാക്കി വെക്കും. അതേപോലെ ദൈവത്തിൻ്റെ മുറി വിളക്കൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെക്കും. വീട് മൊത്തം അന്ന് ക്ലീനാക്കി വെക്കും. പിറ്റേന്ന് രാവിലെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. നാളെ പടിക്ക് പൂവിടുന്ന ദിവസമാണ് സംക്രമണത്തിൻ്റെ അന്ന്. ചിലവർ സംക്രമണത്തിനിടും, ചിലവർ ചിങ്ങ ഒന്നിനിടും, അങ്ങനെയുണ്ട്. ഇത് സംക്രമണത്തിൻ്റെ അന്ന് രാവിലെ വീടെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് പൂജയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. സംക്രമണത്തിൻ്റെ അന്ന് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു ചെറിയ പൂജയും അതേപോലെ പടി പൂജയും വീഡിയോ കണ്ടു നോക്കൂ. രാവിലെ എന്നും ഹസ്ബൻഡാണ് പൂജ ചെയ്യുന്നത് വീട്ടിൽ. വൈകുന്നേരം ഞാൻ വിളക്ക് വെക്കും. ഇന്ന് പടിക്ക് പൂവിടാനുള്ളത് കൊണ്ട് ഞാൻ വിളക്ക് വെച്ചേ. ആദ്യം പൂജാമുറിയിലെ പടിയിൽ പൂ വയ്ക്കും. എന്നിട്ട് ബാക്കിയെല്ലാ പടിയിൽ പൂ വയ്ക്കും. പടിയിൽ പൂ വെച്ചിട്ട് മഞ്ഞൾ കുങ്കുമം വയ്ക്കും. ഇത് പ്രധാന വാതിൽ മെയിൻ ഡോറിൻ്റെ പടിയിൽ പൂവിടുന്നത്. ഈ പടിക്ക് പൂവിടൽ 1 മാസക്കാലം തുടരും. അതായത് സംക്രമണത്തിൻ്റെ അന്ന് ഇട്ടിട്ട് അടുത്ത സംക്രമണം ആവുവരെ ഇതുപോലെ തന്നെ ചെയ്യണം. ചിലവർ സംക്രമണത്തിൻ്റെ അന്ന് പൂവിടും, പിന്നെ അടുത്ത സംക്രമണത്തിൽ ഒരു പ്രാവശ്യം പൂവിടും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. നമ്മളിത് തുടർച്ച 1 മാസം ഇടും. ഞാനല്ലെങ്കിൽ പിള്ളേരിടും. എല്ലാ പടിക്കും പൂവിട്ടിട്ടായിട്ട് തുളസിക്കും ഇതേപോലെ പൂജ ചെയ്യണം. വരച്ചിട്ട് പൂവൊക്കെ വെച്ചിട്ട് മഞ്ഞൾ കുങ്കുമം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു.